കറക്റ്റ് എയർപോർട്ടിന്റെ വ്യൂ കൊണ്ടുവന്നേ കഴിച്ചു കിടന്ന് 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 ആപ്പിൾ ആപ്പിൾ ആൽഫാം റൈസ് നല്ല ചൂട്. തുറക്കും ഇത് തന്നെ നമ്മൾ മെട്രോ വന്നാൽ മെട്രോ ഇറങ്ങി നമ്മൾ കഴിക്കാൻ പറ്റുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോകണം നമ്മൾ ഇനിയിപ്പം കഴിക്കാൻ ഏതെങ്കിലും ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ ഇവിടെ ഒരു വെയിറ്റ് വാക്കുണ്ട് നിൽക്കാൻ ഒന്നും ആവണില്ല. അല്ല നമുക്ക് നടന്ന് അപ്പുറത്ത് പോകാനായിരുന്നു നമുക്ക് ആര്യാസിൽ ഫുഡ് കഴിക്കാൻ. നമുക്ക് നൈസാങ് ക്രോസ് ചെയ്യാം. മെട്രോ ദൂരെ എന്ന് പറഞ്ഞ പോലെ മെട്രോ പോയാണ്ടാണ് സാധനത്തിൽ ഞെക്കിയതുകൊണ്ട് നമ്മളിങ്ങനെ എത്തി അല്ലേ ഞെക്കി. പക്ഷേ ഇവിടെയും ഉണ്ടോ? എല്ലായിടത്തും ഉണ്ട്. ടെക്നോളജിയാണ്. ഭക്ഷണമൊക്കെ പോയി ഇത് കാണണം ഹോട്ടൽ ആര്യാസ്. അവിടെയാണ് നമ്മൾ കയറാൻ പോകണം. അങ്ങനെ ലൊക്കേഷൻ കറക്റ്റാണല്ലോ. ആ സാറേ ഹോട്ടൽ ആയതുകൊണ്ട് മലക്കോണവരൊക്കെ അവിടെയാണ് ഇറങ്ങണം. ആര്യാസ് അല്ലേ നമ്മള് നല്ല ചൂടുന്നോടെ ഫുഡ് വന്നേ കഴിച്ചു ഇങ്ങനെ എവിടെ കണ്ടാലും ഇടിക്കണം. എന്നെ ഇടിച്ചു. എന്റെ ഫാൻസ് നിങ്ങൾ ഇടിക്കും. സൂപ്പർ ബുക്ക് ചെയ്യണ അങ്ങോട്ടാട്ടെ ഞാനാട്ടെ എന്ത് ചെയ്യാം. അപ്പം നമ്മളെ സ്ഥലം എത്തി. തിങ്കർ സ്പേസ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. എല്ലാവരും എന്തായാലും എത്തി. നല്ല വൈബല്ലേ. ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന സ്ഥലം. കോൺഫറൻസ് റൂം. കിടില ആംബിയൻസ്. തിങ്കർ സ്പേസ് എന്നൊക്കെ ഡിജിറ്റൽ ഡിസ്പ്ലേ. ഓ ഇതൊരു ഓഡിറ്റോറിയം പോലെ. മിക്കവാറും ഇവിടെ വെച്ചായിരിക്കും നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഫ്ലൈൻഡോ അതാണ് മണ്ടേ എന്നുള്ള വ്യൂ. ഹായ് വെൽക്കം ടു തിങ്കർ സ്പേസ്. ഓ നിങ്ങൾക്ക് ഭ്രാന്തായ
കിട്ടില്ല സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ സെറ്റ് ലൊക്കേഷനിൽ കേസ് 3D പ്രിൻ്റർ VR ഇരിക്കുന്നുണ്ടാ VR എൻ്റെ ഡ്രീം സ്റ്റുഡിയോ VR 3D പ്രിൻ്റർ വെച്ച് 2 തരത്തിലുള്ളതുണ്ട്. ബീൻ ബാഗ് കിടന്ന് ഇതൊക്കെ വ്ളോഗിലും കേട്ടാ ബീൻ ബാഗ് PC അല്ലേ ഗ്രാഫിക്സ് കാർഡ് ഗെയിം കളിക്കാനല്ലേ? മറ്റേ ഇതിന്റെ ആപ്പിൾ അവരുടേതായ എന്തൊക്കെയോ എനിക്ക് അറിഞ്ഞൂടാ. ഗ്രാഫിക്സ് കാർഡ് അതെനിക്കറിയാം. എന്നാലും ഇവിടെ എന്തൊക്കെയോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം ഹാൾ. ഇവിടെ വെച്ചാൽ നടക്കാൻ പോകുന്നു. നല്ല സെറ്റാണ്. അത് പഠിക്കണോ? എടുക്കാം കസേര പരിപാടി തുടങ്ങാറായി. അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഇൻ്റർവെല്ലേ നമ്മൾ ഓർഡർ ചെയ്തേക്കാണ്. സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തേ നമ്മൾ ഉച്ച കഴിക്കാൻ ബിരിയാണി. പോവാം. കുറവാണ് നോക്കില് വലിച്ച കയറി. നിങ്ങൾ കവർ വീട്ടിലൊന്നും കൊണ്ടുപോകാൻ പോണില്ല. ഹൽക്ക് മണ്ടയില്ല ചേട്ടാ. നന്ദു ചേട്ടൻ വേണ്ടി കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. അല്ല എനിക്ക് സലാഡ് വേണം കേട്ടോ. എറണാകുളത്ത് വന്നിട്ട് എറണാകുളത്ത് ബിരിയാണി ട്രൈ. ഏത് കടയായിരുന്നു മറന്നുപോയില്ലേ? ഏതായാലും സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത്. നല്ല ചിക്കൻ. ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. റിവ്യൂ അല്ലല്ല മറ്റന്നാൾ വീഡിയോ നാളെ ആയിരിക്കും പറഞ്ഞത്. അപ്പം അങ്ങനെയില്ല. ഇതാണ് ഫുഡ് വേസ്റ്റ് ഇതിനകത്തിട്ട് പ്ലാസ്റ്റിക് അതിനകത്തിട്ട്. ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഹായ് പ്രിന്റ് ചെയ്തൊരു സാധനം തന്നെ ഫ്രീ ആയിട്ട് പ്രിന്റ് ചെയ്താണ് കേട്ടോ. ഇവിടെ ഇൻഫൈനൈറ്റ് ക്യൂബ് എന്നാണ് എൻ്റെ പേര്. ക്യൂബായി അപ്പോൾ കൊച്ചിയോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിൽ പോവുകയാണ്. മെട്രോയിൽ നിന്ന് ഇറങ്ങി അവിടെ വയറ്റിലിറങ്ങി. വയറ്റിലേ നിന്ന് ഇടയിൽ അവർ വരണ്ടേ? പയ്യന്മാർ വരെ. NFC എൻ്റെ ഫോണിൽ NFC ഉണ്ട്. ഞാൻ ഇപ്പോൾ കണ്ടോ എൻ്റെ ഫോൺ ബാക്ക് അടിക്കുമ്പോഴത്തേക്കും ടിക്കറ്റ് സ്കാനാവും. നിങ്ങൾ അടിച്ചാനാട്ടാ എൻ്റെ സ്കാൻ ചെയ്യണം. അതിൻ്റെ കൊച്ചിയിലുള്ളവർക്കൊക്കെ അറിയാം. കാണിക്കട്ടെ. അടച്ചേ ചേട്ടൻ പോയി. ഞാൻ തുറക്കുകയാണ്. തുറന്നണ്ട. NFC ഫോണിൽ NFC ഉണ്ടെങ്കിൽ ഇതാണ് ഉപയോഗം. ട്രിക്കാർക്കും പറഞ്ഞില്ലല്ലോ. ഓക്കെ അവരോട്ടാ ഇങ്ങനെ നമുക്കൊരു ട്രിക്ക് ചെയ്യാം. പക്ഷേ ക്ലിയർ കേസ് ആയിരിക്കണമെന്നേ ഉള്ളൂ. നമ്മളിനി കഴിക്കാൻ വേണം. വയറ്റിലിറങ്ങി ഇനി കഴിക്കാൻ പോയിട്ട് ബസ്സിൽ കയറി വീട്ടിൽ പോകണം. KSRTC ബസ്സിൽ കയറിയിട്ട് വീട്ടിൽ പോകണം. അപ്പം നമ്മൾ കഴിക്കാൻ പോയിട്ട് അവിടെ എത്തിച്ച് വരാം. ഓർഡർ ചെയ്ത് നമ്മളൊരു നല്ല ആംബിയൻസുള്ള കടയിൽ കഴിക്കാനായിട്ട് പ്രോഗ്രാം കഴിഞ്ഞു. KSRTC ബസ്സിൽ കയറി വീട്ടിൽ പറയുന്നത് പരിപാടി ഓവറോള് നല്ല പരിപാടിയായിരുന്നു.
പിന്നെ കുറച്ചുകൂടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാരും പറയണേ നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറവെന്നുള്ളേ. ആൾക്കാർ കുറവായിരുന്നു, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല കുറച്ച് പേരെ വരോളെന്നുള്ള. നമ്മള് ഓർഡർ 12 പേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി കൂടെ കിടിലായിരുന്നു. അഭിരവേട്ട പറ. മൈക്കുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട്, ഇത്രയും ബഹളമുള്ള സ്ഥലമാണെങ്കിലും. നല്ല പരിപാടിയായിരുന്നു. ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ആൾക്കാരുടെ കുറവായിരുന്നു. പക്ഷെ ആൾക്കാരും നല്ല അത്യാവശ്യം നല്ലോണം നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ല നോയ്സ് ഉണ്ട്. ആകെ ഒരു വിഷയം വന്നത് മറ്റേ നമ്മുടെ ടൈം കാൽക്കുലേഷൻ ഒത്തിരി കൂടെ ഒന്ന് ബെറ്റർ ആക്കാം. അതുകൊണ്ട് ബെറ്റർ ആക്കിയ പരിപാടി ഇതിലുമായിരുന്നു. ശിവശങ്കര ബ്രോ എന്തെങ്കിലും അഭിപ്രായം? നിങ്ങൾ പറയേ. നന്ദുചേട്ടനാണ് പറയണ. നാമ പറയാമോ? പറ, ഇന്നത്തെ പരിപാടിയുടെ അഭിപ്രായം പറ. പരിപാടി അടിപൊളിയായിരുന്നു. ഇതല്ലേ ഇപ്പൊ നമ്മൾ ഓർഡർ വന്നിട്ടുണ്ട്. ഇനി നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം കഴിച്ചു. ഓർഡർ വരട്ടെ. ബിരിയാണി ഫ്രൈഡ് റൈസ് അല്ലേ? ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണി ഓർഡർ വന്നിട്ട്. നമുക്ക് ബീഫാ? അവർക്ക് ബീഫ്, നിങ്ങൾക്ക് ചിക്കൻ അല്ലേ? അൽഫാം വന്ന ഗൈസ്, ഹാഫ് അല്ല ക്വാർട്ടർ അൽഫാം. ഞാൻ അൽഫാമാണ് ഗൈസ് ഓർഡർ ചെയ്തത്. അതൊക്കെ ബിരിയാണി അല്ലാതെ അൽഫാം ഗൈസ്. നല്ല ചൂട് പെരി അൽഫാം കണക്കെ ഇരിക്കണം. എന്തിനാട്ടാ? കുറച്ച് മയോണൈസ്. നല്ല ചൂട്. സൂപ്പർ കേസ്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് കയറി കാണാം. ഗൈസ്, ഞാൻ മൈക്ക് ഓണാക്കാൻ പറഞ്ഞത്, പക്ഷേ ഈ ചാർജ് ഉണ്ടല്ലോ, നമ്മുടെ അഭിരവേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മേടിച്ചെന്ന് തന്നെ ഈ ചാർജ് എല്ലാവർക്കും കൂടെ. മൈക്ക് ഓണാക്കാൻ പറഞ്ഞത് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്.